UDF വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു ഉറപ്പാണ്. അദാനി ബോർഡ് വന്നിട്ട് ആർക്കാണ് ജോലി കൊടുക്കുന്നത്, ആരെയാണ് സഹായിക്കുന്നത്? ഉള്ളവരെ തന്നെ സഹായിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ആർക്കും ഒരു സഹായം ഇല്ല. ആർക്ക് ഞങ്ങൾ ഇലക്ഷൻ വോട്ടിട്ട് കൊടുക്കണം? ഞങ്ങളുടെ പെൻഷൻ ഈ പെൻഷൻ കൊണ്ടാണ് ഒരു ചായ വെള്ളമോ ഒരു ആശുപത്രിയിലോ ഒരു ഗുളികയോ എന്തെങ്കിലും അയച്ച് കഴിക്കണത്. ഒരു അപ്പാപ്പന് പെൻഷൻ കൊടുക്കാത്തതുകൊണ്ട് അപ്പാപ്പ കയറി തൂങ്ങിയുണ്ടാ. അതുപോലെ ഞങ്ങൾക്ക് 8 മാസം കൊണ്ട് പെൻഷൻ തരണില്ല. ഞങ്ങളുടെ പെൻഷൻ തരട്ട് ഞങ്ങൾ ആരെ ജയിപ്പിക്കണം, ആര് ഇതിൽ വരണോ അവരെ ഞങ്ങൾ ഇതിൽ ബോധ്യപ്പെടുത്താം. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ്. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയെന്ന് ഇവിടത്തെ ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് മക്കളെ കൈ തന്നെ വരണം, വേറെ നമുക്ക് കൈ തന്നെ. UDF തന്നെ ജയിക്കുന്ന ഉറപ്പാണ്. വിശ്വാസമുണ്ട്, വരണം. കൈയാണ് നമ്മുടെ വികസനം, കൈ തന്നെ വരണം. കൈയാണ് നമ്മുടെ വികസനം. UDF തന്നെ വരണം. LDF വന്നിട്ട് നഷ്ടമേ ഉള്ളു കേരളത്ത്. UDF ആണ് വരേണ്ടത്. UDF തന്നെ ജയിക്കുന്ന ഉറപ്പാണ്. നമുക്ക് കിട്ടും ഗവൺമെന്റ് വർധനം. ഇനിയും വീണ്ടും വികസനം ലോകത്തിൽ വരണമെങ്കിൽ കൈയാണ് വരേണ്ടത്. ഈ വികസനം കൊണ്ടുവന്നത് UDF ആണ്. ഈ വികസനം കൊണ്ടുവന്നത് UDF ആണ്. ഇടത് വന്നിട്ടാണ് ഈ ലോകം എല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാർക്കും വിജയ സാധ്യത കൂടുതൽ ഉണ്ടാവുക? UDF ഉണ്ടാകണം, പിന്നെ LDF ഉണ്ടാകരുത്. എന്തെന്ന് പറഞ്ഞാൽ LDF വന്ന് ഞങ്ങളെ കുഴിച്ചു മൂടുന്നു. ആദായം എടുക്കുന്നവർക്ക് ആദായമാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ അവർക്കൊരു പട്ടിയുടെ തുല്യമാണ് മത്സ്യത്തൊഴിലാളികൾ അവർ എടുക്കുന്നത്. പിന്നെ LDF നിലവിൽ വന്ന് ഇപ്പം തുടർച്ചയായിട്ട് അവരാണ് രണ്ട് പ്രാവശ്യം ജയിച്ച്. ഇന്ന് LDF എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളെ ആർക്കും ഒരു സഹായമോ മറ്റു രീതിയിൽ അവര് സഹായിക്കുന്നെന്ന് പറയുന്നത് ആർക്കാണ് സഹായിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും എന്തെങ്കിലും സഹായം കൊടുക്കും. UDF വിജയിച്ച ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്ന ഉറപ്പാണല്ലേ? ഉറപ്പാണ്. UDF വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു ഉറപ്പാണ്. അദാനി ബോർഡ് വന്നിട്ട് ആർക്കാണ് ജോലി കൊടുക്കുന്നത്, ആരെയാണ് സഹായിക്കുന്നത്? ഉള്ളവരെ തന്നെ സഹായിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ആർക്കും ഒരു സഹായം ഇല്ല. അവര് ഈ കട്ടമരം എന്ന് പറഞ്ഞെടുത്ത സാധനം അവരുടെ എന്നും നിത്യത്തൊഴിലാണ്. അവർക്ക് ഒരു 4,20,000 രൂപ കൊടുത്ത് ആ കുടുംബത്തിന് മതിയോ? ഈ കരമടി വളച്ചവർക്ക് 5,00,000 രൂപ കൊടുത്ത് ആ കുടുംബത്തിന് മതിയോ? അവർക്ക് കുമരുണ്ട്, മക്കൾ പഠിക്കുന്നവരുണ്ട്, കടബാധ്യതകളുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടവരുണ്ട്. അവർ നിത്യത്തൊഴിലാണ് മുടക്കിയത്. അതാണ് ഈ ബോർഡ് വന്ന് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല. ഇതാ ഈ ഭാഗത്ത് തന്നെ ഞങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ഒരു 72 പേര് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോലും ഈ വെയിലത്തിരിക്കുന്നെന്ന് പറഞ്ഞ ഒരു കുടിവെള്ളമോ അല്ല മറ്റു രീതിയിലുള്ള ഒരു ബാത്റൂമോ ഞങ്ങൾക്ക് പോലും ഈ ബോർഡ് വന്നിട്ട് ഞങ്ങൾക്ക് ഒതുക്കിയിട്ടില്ല. പിന്നെ എന്താണ് LDF നിലവിൽ വന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഒന്നും ചെയ്യുന്നില്ല. കൂടിപ്പോയ അവർ പറയും ഞങ്ങൾ അത് ചെയ്ത് എന്താണ് ചെയ്തത്? ഞങ്ങളെ നിത്യ ജീവിതത്തെ മുടക്കി അവർ അദാനി പോർട്ടിൽ വന്നു കഴിഞ്ഞു. പിന്നെ അത് നമുക്ക് തടയാനോ ഒന്നും നമുക്ക് കഴിയില്ല. അവര് പറയുന്നത് പോലെ കേട്ടോണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഇന്ന് ജീവിക്കുകയാണ്. ഞങ്ങളുടെ ഒരു വിശ്വാസം UDF വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവര് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യും എന്നുള്ളൊരു ഇതാണുണ്ട്. ചെയ്യുമെന്ന് നമുക്ക് UDF നിലവിൽ വന്നിട്ടാണ് പറയേണ്ടത്. അവർ ചെയ്യും. ഇതാ ഒരു റേഷൻ കാർഡ് ആദ്യം പറഞ്ഞ ഒരാളെ വിരലടയാളം മതി. ഇന്നിപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ പേര് പോലും റേഷൻ കാർഡിലുണ്ടെങ്കിൽ അവരുടെ വിരലടയാളം, കുട്ടികൾക്ക് വിരലടയാളം പതിക്കുന്നത് എപ്പോ? അമ്മയുടെ വിരലടയാളം പതിച്ചാണ് അവർക്ക് ആധാർ എടുക്കുന്നത്. ആ കുട്ടികളെ റേഷൻ കാർഡിൽ കൊണ്ടുപോയിട്ട് വിരലടയാളം പതിക്കാൻ പറ്റുമോ? ഇതെന്തോന്ന് LDF ഓരോ തീരുമാനവും നിയമവും ഇറക്കുന്നത്? റേഷൻ കാർഡിലുള്ളവരല്ലേ പേരിരിക്കും, ഇല്ലാത്തവരെ പേരിരിക്കുമോ? അവരപ്പുറത്ത് മക്കൾ അപ്പുറത്ത് വിദ്യാഭ്യാസത്തിന് പോകണം, അവർക്ക് റേഷൻ കാർഡിൽ പേര് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. അല്ലെങ്കിൽ അവരുടെ ജോലി തിരക്കി
ബോട്ടിലൊക്കെ പോകുന്നവരെ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ വിരലടയാളം പതുക്കി എന്ന് പറയാൻ പറ്റുമോ? ഇത്ര ദിവസമേ ഉള്ളൂ. അപ്പൊ ശനിയാഴ്ച മുതൽ അവര് നിർത്തിവെച്ചത് പിന്നെ അവര് കൊണ്ട് തന്നെ വരും. LDF നിലവിൽ വരികയാണെങ്കിൽ ഇത് നടക്കത്തന്നെ ചെയ്യും. എന്തിനാണ് റേഷൻ കടയില് ഒരാളുടെ ആധാർ പതിച്ചിട്ട് ഒരാൾ ചെന്ന് സാധനം വാങ്ങിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ തീരുമാനം കൊണ്ടുവരുന്നത്? LDF നിലവിൽ വന്ന ഓരോ സമയം ഓരോ തീരുമാനം. 500 രൂപ നോട്ട് കളയണം, അവര് വേറൊരു 500 രൂപ നോട്ട്, പെട്ടെന്ന് കള്ളനോട്ട് ഉണ്ടാക്കേണ്ട ചെറിയ നോട്ട് കൊണ്ടുവന്നു, വലിയ നോട്ട് കളഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ LDF നിലവിൽ വന്നതെന്ന് ഞങ്ങളെ ഒരുപാട് അവര് കേന്ദ്രം ഇവരുമായിട്ട് ചെയ്യുന്നത് ശരിയല്ല. റേഷൻ കാർഡ് കൈപ്പറ്റുന്ന മാസത്തിൽ ഓരോ നിയമം കൊണ്ടുവരും. ചേച്ചി ആരായിരിക്കും ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നത്? യാത് തല തെറിച്ചവൻ വന്നാലും അവന്റെ കുടുംബത്തിന് തന്നെ, അവന്റെ മോക്ക് മരുമോന് അവന്റെ ചെറുമക്കൾക്ക് അവന്റെ കുടുംബത്തിന് തന്നെ. നാട്ടിന് വേണ്ടിയിട്ട് ഒരു വികസനം ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇവിടെ കിടന്ന ഓരോന്നും എണ്ണി ഇവിടെ കിടന്ന് അനുഭവിച്ച് തീർക്കുകയാണ്. റേഷൻ കടയിലായാലും സാധനങ്ങളായാലും എവിടെയെങ്കിലും എന്തെങ്കിലും പരാതിയൊക്കെ എഴുതി കൊടുത്താലും വീടില്ലാത്തവർക്ക് വീടിന്റെ ലിസ്റ്റ് വന്നാലും അവരെ കാലെ പിടിക്കാൻ വർഷക്കണക്കോളം നടന്നാൽ പോലും ഒരു കാര്യവും നടപ്പിലാക്കുന്നില്ല. ഇവിടെ സ്വയം നമ്മളിവിടെ അധ്വാനിച്ചാലേ നമ്മുടെ ജീവിതം കഴിയും. അങ്ങനെയുള്ള ജീവിതമാണ് ഇവിടത്തത്. ഇവിടെ അതാണ്ട് ഇവിടെ ഒരു ഹാർബർ വന്നു തന്നെ അവരെല്ലാം ഇവിടെ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഇവിടെ കേരളം ഭരിക്കുന്ന മന്ത്രി എല്ലാം അട്ടിമറിച്ച് മാറ്റിമറിച്ച് ഇവിടെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ആർക്കും വേണ്ടിയിട്ട് ഇനി ആരിവിടെ വന്ന് ഭരിച്ച ആർക്ക് എന്തൊരു ഫലം? ആര് ഭരിച്ചാലും ഇവിടെ ജനങ്ങൾക്ക് ഒരു പ്രതിഫലവും ഇല്ല. വോട്ടിന് നാളാവുമ്പോ മാത്രം ഇറങ്ങി വരും. എന്താണ് ഏതാണ് LDF നോട്ട് ചെയ്യണം, കോൺഗ്രസ് നോട്ട് ചെയ്യണം. ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ജനങ്ങള് ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം പറ്റി നിൽക്കണുണ്ട്. ഏത് ഗവൺമെന്റ് വന്നാലും ഇവിടെ മനുഷ്യർക്ക് ഒരു ഉപകാരം ഇല്ല. ഓരോരുത്തരും ഓരോ വാഗ്ദാനം പറയും വരുമ്പോ ഞങ്ങള് വോട്ടിട്ട് തരണം, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, നിങ്ങൾക്ക് ആ ഗവൺമെന്റിൽ നിന്ന് നടത്തിക്കാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തി തരും. അവര് ജയിക്കണത് വരെ തന്നെ ഞങ്ങൾ ആ സംസാരം കേൾക്കും. ജയിക്കുമ്പോ അവർ അഡ്രസ് പോലും ഇവിടെ വോട്ടിൽ നിന്ന് അമ്മ റാണി ഞാനപ്പോ അവൻ വരുമ്പോള് ഓല വീട്ടില് ഇതെല്ലാം 4 ഓപ്പറേഷൻ ഇല്ല, ഇവിടെ പൂട്ടി ഇതും പൂട്ടി കാലുവേല പൂട്ടി വെച്ചിട്ട് അയ്യോ എന്തമ്മ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 4 ഓപ്പറേഷൻ ചെയ്യാത്തതുണ്ട്. അമ്മ റാണി ഈ വീട് എനിക്ക് ലോണ് തന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിക്കൊടുക്കുക. ഇപ്പൊ എനിക്ക് കെട്ടാൻ കഴിവില്ലാതെ പറഞ്ഞു. അവിടെ ഇരുന്ന് അവൻ പ്രാർത്ഥന, പനിയുടെ പേര് എന്റെ പേര് സരോജിനി. അവൻ എനിക്ക് ലോണ് തരണില്ല. ഞാൻ വീടില്ലാതെ വയ്യാത്ത ഞാൻ കിടന്ന് അലയുന്നത് എന്റെ കുടുംബത്തിന് എല്ലാത്തിനും ലോണും ചുമ്മാ വാങ്ങിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്. ഇപ്പോഴും കേട്ട് തരുമെന്ന് പറഞ്ഞു. എപ്പോഴും തന്നു ഞാൻ കയറി കിടക്കാൻ ഒരു സഹോദരമാണ് കേട്ടമ്മ. അവൻ തരണില്ല. നല്ലാവുമോ അവൻ ഇങ്ങനെ വോട്ടിന് വന്നിട്ട് ഞങ്ങളെ പ്രയാസവരോട് അറിയോ? ഞാനൊരു വയ്യാണ്ട് വീട്ടിൽ ഇരുന്ന് അവൻ പ്രാർത്ഥന പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം എല്ലാരും കല്യാണത്തിന് വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെട്ടതിൽ നിന്റെ കൂടെ ചേർത്താൽ നീ നന്മ ചെയ്യണം. അതിനുശേഷം 1 മാസത്തിന് മുൻപ് വലിയ വീട് വന്ന് ഇടിഞ്ഞ് താഴെ വീണ് ഞാൻ എന്റെ കെട്ടിയിരിക്കുന്നു. എല്ലാരും അയ്യോ എന്ന് വിളിച്ച് ഞാൻ ഇറങ്ങുന്നില്ല, മരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെ 2 പേര് ഇറങ്ങി അതെല്ലാം പൊഴിച്ചു വെച്ച് മോളെ 10 രൂപ പലിശ ദിവസം പലിക്ക് വേണ്ടി വീണത്തെ 100 കൊളയില് ഹാർട്ട് കൊളയില് ഇന്നത്തെ 4 ഓപ്പറേഷൻ കേട്ടിട്ട് 3 ഡോക്ടറെ പോകുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ ചർച്ച പോകും. പുളിയാ മരുന്ന് ചെക്കപ്പ് വേണ്ടി 25,000 രൂപ, 50,000 രൂപ പ്ലേഡിന് വാങ്ങി 25,000 രൂപ എനിക്ക് പോകും. 25,000 20,000 അടയ്ക്കും. ആ 20,000 10,000 അവര് വാങ്ങിക്കും. ഇത് വാങ്ങിച്ചാൽ ഞാൻ കടന്നു നല്ല ഗതിയിൽ നിന്നൊരു മരുന്നിനെ കൊണ്ടുവന്ന് ഞാൻ എല്ലാം മനസ്സായി 3 മക്കൾക്ക് വീടിന്റെ മുട എന്റെ ലോണതാ. ഇങ്ങനെ അവസാനത്തെ ചായക്കടയിൽ ഞാൻ കയറി ദൈവം കൊണ്ട് കാക്കത്തിൽ കേട്ടു. അപ്പൊ ഞാൻ ലോൺ വാങ്ങിച്ചു തരുന്നു. ഇപ്പൊ 2.5 വർഷം കൊണ്ട് വാങ്ങിച്ചു തരുന്നില്ല. ഈ കുരിശടിന്റെ അടുത്തിരിക്കുന്നു. മോളെ വീട്ടിൽ വന്ന കാല് നീട്ടി വെക്കുന്നു. നരമ്പോട്ട് വന്നാൽ എല്ലാം തുണി ചുറ്റും തിരിയിൽ ചുറ്റി
വീട്ടിൽ വെപ്പിച്ചിട്ട് എല്ലാം സഹിച്ചിരിക്കുന്ന ഒരു ലോണ് തരാൻ കഴിയുന്നുണ്ടാവും. എന്റെ പേര് ഇവിടെ ഉള്ള എല്ലാ ഈ രാവിലെ അമ്മക്ക് കൊടുക്കണം, എല്ലാ ടിവിയിലും കാണാം. എന്റെ പേര് പറയൂ മക്കളാ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ? കോൺഗ്രസ് ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പൊ പന്ന്യന് സാധ്യത ഇല്ലെന്നാണ്? ഇല്ല, കോൺഗ്രസ് ഉറപ്പാണ്. കോൺഗ്രസ് ഉറപ്പ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു? കോൺഗ്രസ് ജയിക്കും. ഉറപ്പാണ്. ഇത്തരക്കാണ് ചെയ്യണ പാവങ്ങളുടെ വയറ്റിലടിച്ചാണ് അവര് വെച്ചേക്കണത്. 8 മാസമായി പെൻഷൻ കൊടുക്കാതെ. ആർക്ക് ഞങ്ങൾ ഇലക്ഷൻ വോട്ടിട്ട് കൊടുക്കണം? ഞങ്ങളുടെ പെൻഷൻ ഈ പെൻഷൻ കൊണ്ടാണ് ഒരു ചായ വെള്ളമോ ഒരു ആശുപത്രിയിലോ ഒരു ഗുളികയോ എന്തെങ്കിലും അയച്ച് കഴിക്കണത്. ഒരു അപ്പാപ്പന് പെൻഷൻ കൊടുക്കാത്തതുകൊണ്ട് അപ്പാപ്പ കയറി തൂങ്ങിയുണ്ടാ. അതുപോലെ ഞങ്ങൾക്ക് 8 മാസം കൊണ്ട് പെൻഷൻ തരണില്ല. ഞങ്ങളുടെ പെൻഷൻ തരട്ട്, ഞങ്ങൾ ആരെ ജയിപ്പിക്കണം, ആര് ഇതിൽ വരണോ അവരെ ഞങ്ങള് ഇതിൽ ബോധ്യപ്പെടുത്താം. അല്ലാതെ ഈ ഇലക്ഷനിൽ ആര് ജയിക്കുക ആര് വരും എന്നൊന്നും പറയാൻ നിശ്ചയം ഞങ്ങളൊന്നും പറയണില്ല. എത്രയോ പാവപ്പെട്ട സാധുക്കൾ കിടക്കണം, തിന്ന ആഹാരം ഇല്ലാതെ എത്രയോ കുഞ്ഞു മക്കള് കിടക്കണം. കേൾക്കണം മോളെ, ഈ 8 മാസം കൊണ്ട് പെൻഷൻ കൊടുക്കാത്ത കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഈ ഞങ്ങളുടെ വാർത്തയ്ക്കുള്ള ഒരു വയസ്സായ അമ്മച്ചിക്ക് ഒരു വയസ്സായ അപ്പനും തിന്നണമെങ്കിൽ എത്ര രൂപ വേണം? വീടില്ലാതെ എത്രയോ പാവങ്ങൾ കിടക്കണം. ഈ പെൻഷൻ കൊണ്ടാണ് അതുകൾ വീട്ടു വാടക കൊടുക്കുന്നത്, അവരുടെ മരുന്ന് വാങ്ങണത്, ഗുളിക വാങ്ങണത്, ആഹാരം വാങ്ങണത്, ഉടുക്കാൻ വസ്ത്രം വാങ്ങണത്. ഇങ്ങനെയൊക്കെ ചെയ്ത മക്കളെ എവിടെ ചെന്ന് നമ്മളൊക്കെ പോയി നിൽക്കും? എത്രയോ പെൻഷൻ ഭർത്താക്കന്മാരില്ലാത്ത വിധവകള് കിടക്കണം. അവരുടെ ഈ പെൻഷൻ ഉദ്ദേശിച്ചാണ് അവരൊക്കെ ഇന്നും ജീവിക്കുന്നത്. അപ്പൊ ഈ ഇലക്ഷന് ആര് നിക്കണം ആര് ജയിക്കണം എന്ന് പറയുന്നത് മോളിലിരിക്കുന്ന ഒടേ തമ്പരാൻ തന്നെ വിചാരിക്കണം. കേട്ടാ മോളെ, അല്ലാതെ മനുഷ്യരില്ല ആരിനെ ജയിപ്പിക്കണം, ആര് ഈ പദവിയിൽ കയറും എന്ന് പറയാൻ വേണ്ടിയിട്ട് മനുഷ്യരെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഇന്ന് ഒരു പെട്ടിയിൽ എത്ര വോട്ട് വിളുമോ അത്രയും വോട്ട് അയാൾക്ക് ജയിക്കും. ഇപ്പൊ മോള് ഇന്ന് ഇലക്ഷനിൽ നിന്ന മോക്ക് ചിലപ്പോ 1001 വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഭൂരിപക്ഷവും മോക്ക് കിട്ടും. നമ്മളൊരു ഉദാഹരണം പറയണത്, ചിലപ്പോ മോളായിരിക്കും അവിടത്തെ ഒരു ഇതാണ് നമ്മൾ പറയണത്. പാവങ്ങളുടെ വയറ്റിലടിക്കാതെ പാവങ്ങളുടെ പെൻഷന് കൊടുക്കാൻ വേണ്ടി പറയണം. പെൻഷൻ കൊടുത്താലേ എല്ലാരും ഉറപ്പായിട്ടും വോട്ട് ചെയ്യും. ഇലക്ഷൻ പെൻഷൻ കൊടുക്കാതിരുന്ന ആരും ഇലക്ഷൻ ചെയ്യൂല, വോട്ട് ഇടാൻ പോവില്ല. അത് ഉറപ്പ്, 100% ഉറപ്പ്. പാവങ്ങളുടെ വയറ്റിലടിക്കാൻ പാടില്ല. കേൾക്കണം മോളെ, ഈ ആന്റി ആണെങ്കിലും ഒരു രോഗിയാണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്. ഈ പെൻഷൻ കാരണം കൊണ്ടാണ് ഒരു ഗുളിക വാങ്ങണത്. കേൾക്കണം, ഈ ഗുളിക വാങ്ങിച്ച് കഴിക്കേണ്ട ഇവിടെ വന്നിരുന്ന വല്ല 10,000-2,000 രൂപയുടെ മീൻ വാങ്ങിച്ച് വിറ്റാൽ മോളെ ഒന്നും കിട്ടൂല, നഷ്ടവും വരും. 2,000 രൂപയുടെ മീൻ വാങ്ങിച്ച് 500 രൂപ നഷ്ടം വെച്ചിട്ട് പോകും. ചിലപ്പോ 1000 പോവും, ചിലപ്പോ 1000 രൂപ നമുക്ക് തിരിച്ച് കിട്ടും മോളെ. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരണത്. ഈ പെൻഷൻ കിട്ടിയ ഞങ്ങള് വെള്ളമെങ്കിലും കുടിക്കും. ഇപ്പൊ ഈ പ്രാവശ്യം ഇലക്ഷന് വന്നാൽ എല്ലാവർക്കും ചീത്ത വിളിയും അടികളും ഉറപ്പും. എന്താന്ന് വെച്ചാൽ അവരുടെ ഒക്കെ പെൻഷനുകൾ മുടക്കിയതുണ്ട്. അതുപോലെ ഈ റാൻസോട്ട് കൺട്രാക്ടർമാരുടെ അവർക്ക് വരെ അവരുടെ ശമ്പളം മുടക്കി ഇട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ മുടക്കി ഇടേണ്ട കാര്യം എന്ത്? ഇവര് ഇപ്പൊ 5 കോടിയായി 8 കോടിയാ എടുത്തോണ്ട് പോയെന്ന്. ഇപ്പൊ ഇതൊക്കെ നാട്ടില് നടപ്പുള്ളത് തന്നെയാ. ഈ മന്ത്രിമാര് ഈ കോടികൾ കൊണ്ടുപോയി ചെന്ന് എല്ലാ രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി അവര് ജാളി അടിച്ച് അവര് നടക്കണം. യാതി നാട്ടിൽ നടക്കണത് ഇതാ, ഞങ്ങളുടെ വയറ്റിലടിച്ച് ഞങ്ങളുടെ കടല വരെ അവര് അദാനിക്കാരെടുത്ത്. ഞങ്ങൾക്ക് ജീവിക്കണോ ജീവിക്കണ്ടിയാ? ഇതൊക്കെ തന്നെ മക്കളെ നമ്മുടെ നാട്ടില് നടക്കും. ചേട്ടാ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? ശശി തരൂർ. ഉറപ്പാണ്. പന്ന്യന് സാധ്യത ഇല്ലെന്നാണോ? പന്ന്യൻ രവീന്ദ്രന് സാധ്യത ഇല്ല, സാധ്യത കുറവാണ്. UDF തന്നെ ജയിക്കും. UDF ആണ് വരണമെന്ന് എല്ലാരും പറയണം. UDF വന്നാ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നാണോ? LDF ഭരിച്ചിട്ട് എന്തൊരു ചെയ്യണം? ചേട്ടാ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് കൂടുതൽ സാധ്യത? ഈ ഇലക്ഷനിലാണ് ആര് നല്ലത് ചെയ്താൽ മതി. ഞാൻ വന്നിട്ട് കോൺഗ്രസ് ആണ്. ശശി തരൂരിന് നമ്മുടെ വോട്ട് കോൺഗ്രസ് തന്നെ. ശശി തരൂർ ജയിക്കുന്ന ഉറപ്പാണോ? ജയിക്കും എന്ന് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഒരു വോട്ടിൽ ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും സഹകരിച്ച എന്നാലും ഭൂരിപക്ഷം ആർക്കായിരിക്കും?
ഇപ്പോൾ ഇതിന് മുമ്പുള്ള ഇലക്ഷനൊന്നും നമ്മൾ നിന്നിട്ടും ജയിച്ചിട്ടില്ല, മറ്റേ പാർട്ടിക്കാരാണ് ജയിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വോട്ട് ചെയ്യാം. വിശ്വാസമുണ്ട് ജയിക്കുമെന്നാണ് എന്നുള്ളൊരു നമ്മളൊരു വിശ്വാസം, നമുക്കുള്ളൊരു ഉറപ്പാണ്. ബാക്കി നമുക്ക് എന്താണ് അതെല്ലാം പറഞ്ഞത്, എൻ്റെ ഒരു വോട്ടോടെ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബാക്കി എല്ലാം നമ്മൾ സഹകരിച്ചാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് കൈപ്പറ്റി ജയിക്കാം, എൻ്റെ ഒരു ആശംസ. അങ്ങനെ വിഴിഞ്ഞത്ത് UDF-നാണ് വിജയ സാധ്യത കൂടുതലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.